الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب وساء ما يحكمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമൂഹിക വിമോചനത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് വളർന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തില് സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ത്രീ വിമോചനത്തെ സംബന്ധിച്ചുള്ള സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും, പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ അധിക്ഷേപങ്ങൾ പറയുന്ന ആളുകൾക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മതം എന്നാണ്. തത്വചിന്തകനും എഴുത്തുകാരനുമായ KS രാധാകൃഷ്ണൻ ദ മുഹമ്മദ് പെർഫെക്റ്റ് ഓഫ് ഇൻ ഇസ്ലാം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്. മുഹമ്മദ് ഈസ് മാനിഫെസ്റ്റോ ഓഫ് വുമൺ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ വിമോചകനായിരുന്നു എന്ന് ചിന്തകനായ രാധാകൃഷ്ണൻ എഴുതുമ്പോൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാത്ത ആളുകളാണ് ഇസ്ലാമിന് സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്ന് പഠിപ്പിക്കുന്നത്. അറേബ്യയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഖുറൈശികൾ ഉൾപ്പെടെയുള്ള വലിയ കുടുംബങ്ങളിൽ സ്ത്രീ ജന്മം അപമാനകരമായി ശാപമായി കണ്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ജനിക്കാൻ അവകാശമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു സ്ത്രീകൾ. പരിശുദ്ധ ഖുർആൻ ആ ചരിത്രത്തെ ഇങ്ങനെയാണ് അനാവരണം ചെയ്യുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ഖുർആന്റെ പ്രയോഗം പെൺജന്മം എന്നത് സന്തോഷ വാർത്തയാണ് എന്നാണ്. തന്റെ ഭാര്യ പ്രസവിച്ചത് ഒരു പെണ്ണാണ് എന്ന് സന്തോഷ വാർത്ത ഭർത്താവിനോട് പറഞ്ഞാൽ, പിതാവിനോട് അറിയിച്ചാൽ ദേഷ്യം വന്നിട്ട് അയാളുടെ മുഖം കറുത്ത് ഇരുണ്ടുപോകും. ദേഷ്യം കൊണ്ടിട്ട് ഒരു പെണ്ണ എന്ന രീതിയിൽ ഖുർആൻ പറയാം. ജനങ്ങളുടെ ഇടയിൽ അങ്ങാടിയിൽ നിൽക്കുമ്പോഴായിരിക്കും കുട്ടി ജനിച്ചു പെണ്ണാണെന്ന വിവരം അറിയുന്നത്.
അപ്പോൾ തന്നെ മുഖത്ത് വല്ലാതെ ഒരു മ്ലാനതയും ദേഷ്യവും ഒക്കെ പിടികൂടിയിട്ട് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കളയും, മുഖം പൊത്തി ഓടിക്കളയും. ഏറ്റ കൂട ജനങ്ങളെ സ്വീകരിക്കാൻ ലജ്ജയാണ്, നാണക്കേടാണ്. ഒരു പെണ്ണാണ് ജനിച്ചത് എന്നറിയുമ്പോൾ പിതാവിന് തനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചതിലുള്ള ഖേദവും ദുഃഖവും ഈർഷ്യതയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ ഓടിക്കളയും. വീട്ടിൽ പോയി നിന്നിട്ട് തലക്ക് കൈ കൊടുത്തിട്ട് ആലോചിക്കുകയാണ്, ഈ കുട്ടിയെ ജനങ്ങൾക്കിടയിൽ അപമാനം പേറി ഞാൻ വളർത്തണമോ? പെൺകുഞ്ഞ് വീട്ടിൽ വളരുന്നുണ്ടെന്നറിഞ്ഞാൽ നാട്ടിൽ ജനങ്ങൾക്ക് മുന്നിൽ വല്ലാത്ത അപമാനമാണ്. ആ അപമാനത്തോടു കൂടി എന്റെ കുട്ടിയെ വീട്ടിൽ വളർത്തണമോ? അല്ല, കുഴികുത്തിയിട്ട് കുട്ടിയെ കുഴിച്ചു മൂടണമോ? അഭിമാനം വേണമെങ്കിൽ പെൺകുട്ടിയെ കുഴിച്ചു മൂടണം. അതാണ് അവരുടെ ഒരു രീതി. ഖുർആൻ വീണ്ടും പറയുന്നത് ആ വിധി, അവരെ കുഴിച്ചു മൂടാനുള്ള തീരുമാനം എത്രയോ മോശമായ തീരുമാനം. ഇതായിരുന്നു ഒരു സാഹചര്യം. ജനിക്കാൻ അവകാശമില്ലാത്തവരായിരുന്നു അന്ന് സ്ത്രീകൾ. ഇനി ജനിച്ചിട്ടുണ്ട്, വളർന്നു വന്നാലോ? പുരുഷന്മാരുടെ ഒരു ഭോഗവസ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യവും അവർക്കില്ല. ഒന്നിലധികം പുരുഷന്മാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു വൈവാഹികമായ സംസ്കാരമില്ലാത്ത കുത്തഴിഞ്ഞ ലൈംഗികതയുടെ ഒരു ലോകത്തായിരുന്നു അന്ന് അറബികൾ ജീവിച്ചിരുന്നത് എന്ന് അന്നത്തെ ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. സ്ത്രീ വിമോചനത്തിന് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും 2 പെൺകുട്ടികൾ ജനിക്കുകയും ആ 2 പെൺകുട്ടികളെ നിങ്ങൾ വളർത്തുകയും അവർക്ക് മര്യാദകൾ പഠിപ്പിക്കുകയും നല്ല നിലയിൽ അവരെ വിവാഹം ചെയ്തയക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചു. സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, ഒന്നാണെങ്കിലും 3 പെൺകുട്ടികളെ വളർത്തുക എന്നത് പ്രത്യേകമായ പുണ്യകർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആൺകുഞ്ഞുങ്ങളെ വളർത്തണ്ട എന്ന് പറയാനല്ല. അന്ന് ആൺകുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് അഭിമാനവും പെൺകുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് അപമാനവുമായിരുന്ന കരുതിയിരുന്ന ആളുകളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സഹാബാക്കൾ ഉൾക്കൊണ്ടു. പെൺകുട്ടികൾ വളരാൻ തുടങ്ങി. അവർ ഓരോ കാര്യങ്ങളിലും ഉയർച്ചയിലേക്ക് വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ പഠിപ്പിച്ചു, സ്ത്രീകൾക്ക് ഏതൊരു പ്രവർത്തനത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നുവോ അത് അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലിയെടുക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സ്ത്രീകൾക്ക് ജോലിയെടുത്ത് പണം കിട്ടിയാൽ അത് അവർക്ക് സ്വകാര്യമായി ഉപയോഗിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവരെ വളർത്തുകയാണ് ഇസ്ലാം. അങ്ങനെ വളർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഇസ്ലാമിന്റെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി വനിത ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഹദീസുകളുടെ ഒരു പകുതി ഭാഗവും ആയിഷയിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനത്തിന്റെ മേഖലകൾ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പെൺകുഞ്ഞുങ്ങളെ കൊല്ലുക എന്നത് വലിയ പാതകമായി അല്ലാഹു പരിശുദ്ധ ഖുർആനിനോട് പറഞ്ഞു. وإذا الموءودة سئلت بأي ذنب قتلت
നാളെ പാരത്വലോകത്ത് വരുമ്പോ സഹാബാക്കളിൽ പല ആളുകളും തന്റെ പെൺമക്കളെ കുഴിച്ചു മൂടിയ ആളുകളായിരുന്നു. അറിവില്ലാത്ത കാലഘട്ടത്തിൽ, അജ്ഞതയുടെ കാലഘട്ടത്തിൽ അവർ ഖേദിക്കാൻ തുടങ്ങി. പുതിയ സന്ദേശം വന്നു. ഈ കൊല്ലപ്പെട്ട ആ കുട്ടികളോടൊക്കെ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ ആ കുട്ടികളോട് ചോദിക്കപ്പെടും, മോളെ എന്തിനാണ് നിങ്ങളുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞതെന്ന് ചോദിക്കുമെന്ന് ഖുർആൻ പറയാണ്. എന്ന് പറഞ്ഞാൽ തന്റെ അഭിമാനത്തിന് വേണ്ടി പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞാൽ നാളെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വാപ്പമാരോട് ചോദിക്കും, എന്തിനാണ് ഉപ്പ എന്നെ കുഴിച്ചു മൂടിയത് എന്ന്. അങ്ങനെ സംസ്കാര സമ്പുഷ്ടമായ നിലയിൽ സ്ത്രീ വിമോചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അവർ നിങ്ങളുടെ അടുക്കൽ അവാരുന്നുണ്ടക്കും സൂക്ഷിപ്പു സ്വത്താണ്. അവരുടെ എല്ലാ ജീവിത സംവിധാനങ്ങളിലും നിങ്ങൾ നൽകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് സ്ത്രീകളുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ നിയമങ്ങളും ഒന്നൊന്നായി വരച്ചു കാണിച്ചിട്ട് അവരെങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, അവരെങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത്, ഭാര്യയാകുമ്പോൾ ഭർത്താവിനോട് എങ്ങനെയായിരിക്കണം, പെൺമക്കളാകുമ്പോൾ പിതാവിനോട് എങ്ങനെയായിരിക്കണം, പിതാക്കൾ പെൺമക്കളോട് എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്നൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമങ്ങൾ പഠിപ്പിച്ച് അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അവരെ വിമോചിപ്പിച്ചെടുത്തു. ജീവിക്കാൻ, ജനിക്കാൻ, തൊഴിലെടുക്കാൻ, വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകി. ഇന്നിപ്പോ ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരെ സ്ത്രീകളെ അടിമകളാക്കുന്നു, അവരെ അടുക്കളയിൽ തളച്ചിടുന്നു, അവരെ പർദ്ദക്കുള്ളിൽ പൂട്ടിയിടുന്നു എന്നൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തുള്ള ഫ്രീ സെക്സിന്റെ ആളുകള്, ലിബറൽ വാദികള്, ഫെമിനിസ്റ്റുകള് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് ആധുനിക ലോകത്ത് സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം? വായ്ത്താരകളായി നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യം പറയുമ്പോഴും കൊച്ചു കേരളത്തിൽ മാന്യന്മാരെ എന്നൊക്കെ വിശ്വസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ 2023 എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം കേരളത്തിലെ കേരള പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2023 മാത്രം 18,980 സ്ത്രീ പീഡനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ്. ഒരു വർഷം മാത്രം സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ, അതിനുവേണ്ടി സംവിധാനങ്ങൾ, ടോൾ ഫ്രീ നമ്പറുകൾ, അതിനുവേണ്ടി പ്രത്യേക പോലീസ് സംവിധാനങ്ങൾ, അതിനുവേണ്ടി ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഒരൊറ്റ വർഷം റിപ്പോർട്ട് ചെയ്ത ഔദ്യോഗിക കണക്ക്, അനൗദ്യോഗികമായിട്ട് അല്ലാഹു അഅലം, ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് 18,980 സ്ത്രീ പീഡന കേസുകളാണ്. ഇന്ത്യയിലെ ദി വുമൺ ആൻഡ് മെൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് അവരുടെ പഠനമനുസരിച്ച് 2023 അവർ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു വർഷം 2023 മാത്രം ഇന്ത്യയിൽ ഒരു ദിവസം 1220 സ്ത്രീ പീഡനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നാണ്. ഒരു ദിവസം ഇന്ത്യയിൽ 1220 സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ക്രൈം റിപ്പോർട്ട് ചെയ്യാണ്. നമുക്ക് റിപ്പോർട്ടാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു മണിക്കൂറിൽ 86 സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന
വലിയ സാംസ്കാരികമായ ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. എന്നിട്ടോ ഇസ്ലാമിന്റെ തലയിൽ കുത്തകയറാൻ എല്ലാവർക്കും വരും. ഇപ്പോ പല കമ്മീഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാരുടെ അണിയറ രഹസ്യങ്ങൾ പുറത്തു വരുന്നു. സ്ത്രീ വിമോചനത്തിന്റെ ആളുകളാ. മറ്റൊരു ഭാഗത്തോ സിനിമയുടെ അന്തരംഗങ്ങളിലെ കേളി സംവിധാനങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്ത്രീ സുരക്ഷയുടെ ആളുകളാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്, ആൺ പെൺ ബന്ധങ്ങളിൽ ഇസ്ലാം ചില സൂക്ഷ്മതയുടെ അതിർവരമ്പുകൾ നൽകി. എന്തിന്? അത് സ്ത്രീകളുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ഞാൻ സൂചിപ്പിച്ചു. ഏത് പെണ്ണിനെയും ഏത് രാത്രിയിലും ഏത് പകലിലും തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഭോഗിക്കാൻ ഉണ്ടായിരുന്നൊരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിന്നാണ് സഹാബാക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ സഹാബാക്കൾക്ക് വ്യഭിചാരത്തിന്റെ പാഠങ്ങളും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അതിർവരമ്പുകളും നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അവർ അതിൽ നിന്ന് മാറാൻ തുടങ്ങി. അവർക്ക് മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത് പാപമായ നിലയിൽ ചെയ്യുന്നതിൽ ഹൃദയങ്ങളിൽ ഭയം തുടങ്ങി. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുമ്പോൾ പരാതിയുമായി പ്രവാചകന്റെ അടുത്ത് വന്നിട്ട്, പ്രവാചകരെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, അവിടെ ജീവിതം അങ്ങനെയായിരുന്നല്ലോ, എന്താണ് പ്രവാചകരെ പരിഹാരം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പരിഹാരം കൊടുത്ത് വിടുകയാണ്. ഒരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അടുത്തയിടെ ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബി അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊള്ളാം, നമസ്കരിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല, നോമ്പനുഷ്ഠിക്കുന്നതിന് പ്രയാസമില്ല, യുദ്ധം ചെയ്യുന്നതിന് പ്രയാസമില്ല, പക്ഷെ എനിക്ക് വ്യഭിചാരം എന്റെ ശരീരത്തിൽ ഇങ്ങനെ ചേർന്നു പോയി, അത് ഒഴിവാക്കാൻ എനിക്ക് പറ്റുന്നില്ല, വ്യഭിചരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ വ്യഭിചരിച്ചോളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ആ സഹാബി ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ എന്ന ചിന്തയിൽ പോയി കൺമറയുന്നതിന് മുമ്പ് കൈ അടിച്ചിട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, വരില്ല, വ്യഭിചരിക്കാം നിനക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വ്യഭിചരിക്കപ്പെടുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ സ്ത്രീ, മറ്റൊരാളാൽ വ്യഭിചരിക്കപ്പെടുന്ന സ്ത്രീ നിന്റെ മാതാവാകാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ മനുഷ്യൻ ആലോചിച്ചു, വെറുപ്പ് തോന്നി. എന്റെ മാതാവിനെ മറ്റൊരാൾ വ്യഭിചരിക്കുകയോ? ഇല്ല പ്രവാചകരെ, എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചോദിച്ചു, എങ്കിലും നിന്റെ ഇണയെ, നിന്റെ ഭാര്യയെ വേറൊരാൾ വ്യഭിചരിക്കുന്ന നിനക്ക് ഇഷ്ടമുണ്ടോ? അദ്ദേഹത്തിന് ദേഷ്യം കൂടി. എന്താണ് ഈ പ്രവാചകൻ പറയുന്നത്? എന്റെ ഭാര്യയെ മറ്റൊരാൾ ഭോഗിക്കുകയോ? എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രവാചകരെ. എങ്കിൽ നിന്റെ മകളെയാണെങ്കിലോ? അദ്ദേഹത്തിന്റെ ദേഷ്യം ഇരട്ടിച്ചു. പ്രവാചകൻ വീണ്ടും ചോദിച്ചു, സഹോദരിയാണെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, എന്റെ മാതാവിനെയോ, എന്റെ മകളെയോ, എന്റെ ഇണയെയോ, എന്റെ സഹോദരിയോ മറ്റൊരാൾ വിവാഹം ചെയ്യുന്നത്, എനിക്ക് വ്യഭിചരിക്കുന്നത് എനിക്കൊരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കില്ല. എങ്കിൽ മറ്റൊരാളുടെ മാതാവല്ലാത്ത, മറ്റൊരാളുടെ ഭാര്യയല്ലാത്ത, മറ്റൊരാളുടെ സഹോദരിയല്ലാത്ത, മറ്റൊരാളുടെ മകളല്ലാത്ത ഒരു പെണ്ണിനെ നിനക്ക് ലോകത്ത് കിട്ടുമെങ്കിൽ നീ വ്യഭിചരിച്ചോളി. അയാൾ ചോദിച്ചു, വേറൊരാളുടെ മാതാവും സഹോദരിയും മകളും ഭാര്യയുമല്ലാത്ത ഒരു പെണ്ണിനെ ഈ ലോകത്ത് കിട്ടില്ല പ്രവാചകരെ? ഇല്ല, എനിക്ക് സൈക്കോളജിക്കായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ മാറ്റിയെടുക്കുകയാണ്. ഇത്രയും വളരെ കൃത്യമായി വ്യഭിചാരം എന്ന് പറയുന്ന ആ തിന്മയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമൂഹിക ഗാത്രത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഹദീസുകൾ ഇങ്ങനെ കാണുമ്പോ ഖുർആന്റെ ഭാഷയിൽ എന്താണ്? ലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങൾ പെട്ടുപോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതിന്റെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനധികൃതമായ ആൺപെൺ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിൽ നിങ്ങൾ പോയി പെട്ടുപോകരുത്.
അത് അത് സമൂഹത്തിൽ വളരെ മ്ലേച്ഛമായ ഒരു പണിയാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ വ്യഭിചാരം നല്ലതാണെന്ന്? ഖുർആൻ ഉപയോഗിച്ച ഭാഷ എന്താണ്? മ്ലേച്ഛമായ, സംസ്കാര ശൂന്യമായ ഒരു പ്രവർത്തനമാണത്. അത് രോഗകാരണമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന പരിപാടിയാണത്. എന്തൊക്കെയാണിപ്പോ വ്യഭിചാരമരുത് എന്ന് എഴുതി വെക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കുറെ നിബന്ധനകളാണ് എഴുതി വെക്കുന്നത്. പരസ്പരം പരിചയമുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട്. അത് ആരോഗ്യത്തെ ഹനിച്ചു കളയുന്ന തിന്മയായ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവർത്തനമാണ്. വഴിവിട്ട പ്രവർത്തനവുമാണ്. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാകുന്നതോടുകൂടി സ്ത്രീ പീഡനങ്ങളൊക്കെ ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ മക്കൾക്ക്, അതായത് മക്കൾക്ക് ജനിക്കാനുള്ള അവകാശം നൽകുകയാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ. ഇന്ന് മനുഷ്യന്മാരായ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്? പുതിയ കൺസെപ്റ്റ് എന്താണ്? മക്കൾ കൂടിയാൽ വിഭവങ്ങൾ കുറയും. അതുകൊണ്ട് വിവിധ രീതിയിലുള്ള കുടുംബാസൂത്രണ പദ്ധതികളാണ് നാം ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെ മക്കളെ കുറക്കാം? വെസ്റ്റേൺ കൾച്ചർ കടന്ന് ഇപ്പൊ പുതിയ തലമുറയിലെ എന്ന് പറഞ്ഞാൽ ഒരു 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 2 കുട്ടികളിൽ കൂടുതൽ കുറവായി. പണ്ട് 8ഉം 9ഉം 10ഉം പ്രസവിച്ച അതേ തലമുറയിൽ 2നേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ സഹോദരിമാർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ ആണുങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ രീതിയിലേക്ക് വിഭവ കമ്മി പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും ലാ തഖ്തുലൂ ഔലാദകും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വധിച്ചു കളയരുത്. നിങ്ങളെ മക്കളെ ഗർഭാശയത്തിൽ വെച്ച് ഛിദ്രം ചെയ്ത് കളയരുത്. ദാരിദ്ര്യം എന്നിട്ട് ഞാനാണ് നിങ്ങൾക്കും അവർക്കും വിഭവം തരുന്നത്. മക്കളെ കൊല്ലുക എന്ന പണിയുണ്ടല്ലോ, അത് വളരെ മോശമായ തെറ്റായ വഴിയാണ്. അല്ലാഹു അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ടോ ദാരിദ്ര്യമാണെന്ന്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വെള്ളിയാഴ്ച ഞാൻ പറയുന്നുണ്ട് എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പാഠഭാഗങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു വർഷം 5 ലക്ഷം സ്ത്രീ ഭ്രൂണഹത്യകൾ, പെൺകുട്ടികളുടെ ഭ്രൂണഹത്യകൾ ഇന്നും നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീജന്മത്തെ ആക്ഷേപമായി കാണുന്നത്, പ്രയാസമായി കാണുന്നത് ഈ ആധുനിക ലോകത്തെ മനുഷ്യന്മാരാണ്. ഇന്ത്യയിൽ മാത്രം ഒരു വർഷത്തിൽ 5 ലക്ഷം സ്ത്രീ ഭ്രൂണഹത്യകൾ എന്ന് പറഞ്ഞാൽ ലിംഗനിർണയം പോലും തെറ്റായി അത് കേസെടുക്കാൻ പറ്റുന്ന നിയമമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ അനധികൃതമായി ആളുകൾ പെൺഭ്രൂണഹത്യ നടത്തുന്നത് ഒരു വർഷത്തിൽ 5 ലക്ഷത്തിലധികമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നതെങ്കിൽ ഇന്നും സ്ത്രീജന്മം ശാപമായി തന്നെയാണ് ഈ സാംസ്കാരിക ലോകം കാണുമ്പോൾ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ വിമോചനത്തിന് വേണ്ടി പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്കുകയും അത് സ്വയമായി ഇസ്ലാമിന്റെ അഭിമാനമായി നമ്മൾ കൊണ്ടു നടക്കുകയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ത്രീ വിമോചനത്തിന്റെ അധ്യാപനങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട, നമ്മുടെ നാട്ടിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ളതോടൊപ്പം തന്നെ അവർക്ക് സുരക്ഷയും ഉണ്ടാവും, സമാധാനവും ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന കുടുംബ പശ്ചാത്തലം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. മനുഷ്യന്മാർ സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങളിലേക്ക് വഴുതിപ്പോകുമ്പോൾ
പല നിയമങ്ങളും നിർദ്ദേശങ്ങളും മറന്നുപോവുകയും അതിലൂടെ നമ്മുടെ സുരക്ഷയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചിന്തകൻ എഴുതി തന്നതുപോലെ, മനസ്സിലാക്കി തന്നതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീ വിമോചകനായിരുന്നു. അത് 1, 2, 3, 4 എന്ന നിലയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിലാക്കിയ സ്ത്രീ വിമോചനത്തിന്റെ വിദ്യാഭ്യാസങ്ങൾ നാം പഠിക്കുമ്പോഴേ മനസ്സിലാകൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 6 വയസ്സുള്ള ഐഷ റളിയല്ലാഹു അൻഹ കെട്ടി, അത് തെറ്റായി പോയി, 11 ഭാര്യമാരുണ്ടായി എന്നൊക്കെ ഇങ്ങനെ സാധാരണ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരതേ കേൾക്കുന്നുള്ളൂ. ആരായിരുന്നു പ്രവാചകൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? അന്നത്തെ സ്ത്രീകളുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങളിലൂടെ, ഖുർആനിലൂടെ, ഹദീസിലൂടെ മനസ്സിലാക്കി ഇന്നത്തെ കാലം കൂടി വിലയിരുത്തിയിട്ട് വേണം നാം ഇസ്ലാമിനെതിരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാനെന്ന് ഈ യുവാക്കൾ പ്രത്യേകം മനസ്സിലാക്കണം. പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ത്രീകളുടെ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി സംവിധാനിച്ച ഓരോന്നും പഠിക്കുകയും അത് നമ്മളുടെ കലാലയങ്ങളിൽ, നമ്മളുടെ പ്രവർത്തന മേഖലകളിലൊക്കെ നമുക്കറിയാവുന്ന ഭാഷകളിൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതൊക്കെ പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.